അടിപൊളി പടം, സൂപ്പർ പടം കേട്ടോ, സൂപ്പർ പടം. ഇന്ത്യയിൽ ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചിയാൻ വിക്രവും, പിന്നെ ഒന്ന് ഞാനുമാണ് കേട്ടോ. സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമ, കിടിലൻ പടം, കണ്ടിരിക്കാം, നല്ല പടമാണ്, അടിപൊളി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ സിനിമ ഇറങ്ങിയത് അടിപൊളിയാണ്. കാരണം ഇത് എൻ്റെ തലമുറയിൽപ്പെട്ട പടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ചിയാൻ വിക്രം അല്ലാതെ വേറെ ആർക്കും ഇത്തരം സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, ആരും എടുക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇത് വിജയിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അത്ര നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് കാണുക. അടിപൊളി സിനിമ ആയിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത് വിക്രം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടമായി. അത് പറയാമോ? വിക്രം ഡബിൾ റോളാണ്. രണ്ട് ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ലുക്കായിരുന്നു. പിന്നെന്താ, ലാഗൊന്നും ഉണ്ടായില്ല. ലാഗ് അടിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമായി. സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല KGF ഇതിനകത്ത് എന്താ ബന്ധം? അങ്ങനെ ഗോൾഡ് മൈൻ ചെറിയ ബന്ധം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെങ്ങനെ കൺവേ ചെയ്യുമെന്ന് അറിയില്ല. ലൈക്ക് ഒരു ട്രൂവി എപ്പിക് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് എടുത്ത് വെച്ചേക്കണേ. ലൈക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വർക്കൗട്ടായി. മേക്കിംഗ് ആയാലും എന്താ പെർഫോമൻസ് എല്ലാവരും, പശുപതി, പാർവതി, നമ്മുടെ വിക്രം, ഒരു മാസ് പടം അങ്ങനെയല്ല, ഭയങ്കര ഒരു എപ്പിക്കായിട്ടുള്ളൊരു ക്ലാസിക്കൽ എടുത്ത് വെച്ചാണ്. ഒരുപാട് മിത്തും റിയാലിറ്റിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു ഇതല്ല. VFX കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നി. പക്ഷെ ബാക്കി എന്തുകൊണ്ടും ഒരു തിയേറ്റർ വേർത്ത് എക്സ്പീരിയൻസ് ആണ് തങ്കലൻ. എനിക്കിത് എങ്ങനെ പടം എന്താണല്ലോ എങ്ങനെ കൺവേ ചെയ്യണമെന്നൊന്നും ഒന്നും അറിയില്ല. ഇല്ല, ഒരു സ്ലോ ബേണറാണ്, പക്ഷേ എനിക്ക് ലാഗ് ഫീൽ ചെയ്തില്ല. പതിയെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു കഥ പറയുന്നതാണ്. KGFലേക്ക് ആൾക്കാരെ എത്തിപ്പെടുന്നു, അതിൻ്റെ ചരിത്രം, പിന്നെ ലൈക്ക് ഒരു മിത്തുണ്ട്. സോ കുറച്ചൊരു ഹൊറർ എലമെൻ്റ് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് മേക്കിംഗ് വൈസ് പൊളിയാണ്. ലൈക്ക് തിയേറ്റർ വേർത്ത് എക്സ്പീരിയൻസ് ആൻഡ് പെർഫോമൻസും എല്ലാവരും, പാർവതി പ്രത്യേകിച്ച്, പശുപതി, നമ്മുടെ വിക്രം, എല്ലാവരും. എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡിന് പൃഥ്വിരാജ് ഒരു പക്ക കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും. വിക്രം നൈസാണ്, അടിപൊളിയായി, നല്ല പടം, നല്ല സിനിമയാണ്. വിക്രം അടിപൊളി, പാർവതി അടിപൊളി. എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ടുകൾ വഴക്കമുള്ള കോളാറിൻ്റെ ഒരു കഥയാണ് നമ്മളോട് പറയുന്നത്. പുള്ളിയുടെ സ്ഥിരം സ്റ്റൈൽ തന്നെ. അതായത് പാരഞ്ജിത്ത് നമ്മളോട് പഴയ പടങ്ങളൊക്കെ പറഞ്ഞ തമിഴ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പൊളിറ്റിക്സാണ് പുള്ളി ശരിക്കും അതിനകത്ത് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് പുള്ളി നമ്പർ 1 ആയിട്ടുണ്ട്. ഉഗ്രം വർക്ക് എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ ഡയറക്ഷൻ വർക്ക്. രണ്ടുപേരും, വിക്രവും പാർവതിയുടെയും പെർഫോമൻസ് വേറെ ലെവലാണ്. പാർവതിയുടെ ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പുള്ളിക്കാർ കയറി കലക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല, സൂപ്പർ പടം. എന്നുവെച്ചാൽ അത് ആ ബേസിൽ കാണണം. നമ്മൾ പുള്ളിയുടെ പാരഞ്ജിത്തിൻ്റെ ആ ബേസിൽ നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് അതറിയാം. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ കാലായും അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിയുടെ ആ സ്റ്റൈൽ തന്നെ പുള്ളി അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, ഉഗ്രം പടം. നല്ല പടം.